friends, welcome to our YouTube channel Chennai Malayalis. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് ഗ്യാപ്പിന് ശേഷം വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്തെന്ന് വെച്ചാൽ ഞാൻ നല്ല ഒരു ട്രഡീഷണൽ ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഈ മൺചട്ടി മൺപാത്രങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പം ഞാനും തന്നെ എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ അപ്പോൾ ഈ മൺചട്ടി മൺപാത്രങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെയായിട്ട് നേരിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ ഒരു സ്ഥലത്ത് കണ്ടായിരുന്നു. സോ അതപ്പം തന്നെ ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയായിട്ട് നിങ്ങൾ എനിക്ക് തന്നുകൊണ്ടിരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഓരോരോ ലൈക്കിനും ഓരോരോ കമൻറ്റിനും ഒക്കെ നന്ദിയുണ്ട്. ഓരോരോ സബ്സ്ക്രൈബേഴ്സിനും പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ കമൻറ്റ്, ലൈക്ക് എല്ലാം എനിക്ക് ആവശ്യമുണ്ട്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് ഇറങ്ങി നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മൺചട്ടി ഉണ്ടാക്കുന്ന സ്ഥലം. മൺചട്ടി, മൺപാത്രങ്ങൾ, അതുപോലെ തന്നെ ചെടിച്ചട്ടിയൊക്കെ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. ഇതൊരു വയസ്സായ ഒരു അപ്പൂപ്പനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ക്രോസ് ചെയ്തപ്പോഴത്തേക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തായിരുന്നു. അപ്പോൾ ഇത് ഇപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും, അദ്ദേഹം ഒരു ഇങ്ങനെ ചെടിച്ചട്ടി പോലത്തെ എന്തോ ഒരു സാധനമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇത് ഡയറക്റ്റായിട്ട് ഞാൻ നേരിൽ ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഇത് കാണുന്നത്. ടി വിയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്, പിന്നെ ഞാൻ ഇത് വാങ്ങി ഉപയോഗിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇങ്ങനെ കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ്. കാണാൻ തന്നെ വളരെ ഭംഗിയുണ്ട്. ഇങ്ങനെ ആ ഷേപ്പായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇപ്പം ഒരുപാട് പേര് മറന്നു പോയി കാണും. ഇതൊക്കെ ഈ ഒരു തൊഴിൽ തന്നെ എല്ലാവരും മറന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ച് എല്ലാവരും ഒരു മാസ വരുമാനം അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ അധികം വരുമാനമൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു തൊഴിലൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവുമെന്ന് തന്നെ അറിയത്തില്ല. കാരണം ഇപ്പോൾ ഫസ്റ്റേ നമുക്കറിയാം, എല്ലാവരും ഇപ്പോൾ ഡോക്ടറിൻ്റെ മോനാണെങ്കിൽ ഡോക്ടറായിരിക്കും, എൻജിനീയറിൻ്റെ മോനായിരിക്കും എൻജിനീയർ ആയിരിക്കും. അങ്ങനെ ഒരു കാൽക്കുലേഷനാണ് എല്ലാവർക്കും ഉള്ളത്. സോ ഇപ്പോഴാണ് അത് കുറച്ചായിട്ട് മാറി വരുന്നത്. ഇപ്പോൾ കൃഷിക്കാരൻ്റെ മക്കളും ഡോക്ടർ ആവുന്നുണ്ട്, കൂലിപ്പണിക്കാരൻ്റെ മക്കളും എൻജിനീയർ ആവുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഇവരുടെ മക്കളും ഈ ഒരു ജോലിയോട്ട് തന്നെ വരണമെന്നില്ലല്ലോ. അവർ നല്ലൊരു സാമ്പത്തികമായിട്ട് നോക്കി പോകാൻ ഒരു നല്ലൊരു ശമ്പളമുള്ള ജോലിയൊക്കെ നോക്കി പോകുന്നവരായിരിക്കും. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ അടുത്ത ജനറേഷനിലൊക്കെ ഈ ഒരു ജോലിയൊക്കെ ഒരു അന്യാധീനപ്പെട്ടു പോകാനുള്ളൊരു സാധ്യതയാണ് കൂടുതലും. പക്ഷേ അങ്ങനെ ആവരുത്. ഇങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ മക്കൾ അവരൊക്കെ ഈ ഒരു ജോലി പഠിച്ചിരിക്കണം. ഒരു സൈഡായിട്ടെങ്കിലും അവർ ഈ ജോലി പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ജനറേഷനും അവരിതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. കാരണം ഇപ്പം തന്നെ ഇത് ഒരുപാട് കുറഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം എല്ലാവരും മാസശമ്പളം, പിന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതേ പറ്റൂ. കാരണം മാസശമ്പളമൊന്നും ഇല്ലെങ്കിൽ ഒരു ഫാമിലിയെ റൺ ചെയ്തുകൊണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ജോലിയെ വിശ്വസിച്ച് മാത്രം ഇരുന്നാൽ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പറ്റത്തില്ല, അതറിയാം. എന്നാലും നെക്സ്റ്റ് ജനറേഷനും കൂടി ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്താൽ അത് വളരെയധികം നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഇതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കളിമണ്ണിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അദ്ദേഹം പറഞ്ഞായിരുന്നു കളിമണ്ണിലാണ് ഉണ്ടാക്കുന്നതെന്ന്. നല്ല ഒരു ഷേപ്പ് ഇങ്ങനെ കൈ വെച്ച് അത് ഇങ്ങനെ കറക്കി നല്ലൊരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. സോ ആ സൈഡിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ അവരുണ്ടാക്കിയ ചെടിച്ചട്ടികളാണ്. അതൊക്കെ ചെടിച്ചട്ടികളാണ്. ഇപ്പോൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു കുടം പോലത്തെ ഒരു സാധനമാണെന്ന് തോന്നുന്നു. ഈ നമ്മൾ വെള്ളമൊക്കെ വീത്തി വയ്ക്കും അതേപോലത്തെ ഒരു സാധനമാണ്. എത്രയൊക്കെ നമ്മൾ നോൺ സ്റ്റിക്കിൽ കുക്ക് ചെയ്താലും ആ ഒരു മൺചട്ടിയിൽ വെക്കുന്ന ആ ഒരു കറിക്കൊരു പ്രത്യേക ഒരു സ്വാദാണ്. അപ്പോൾ ഇനി അടുത്ത തലമുറയൊക്കെ ഈ മൺചട്ടിയൊക്കെ ഉപയോഗിക്കുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ മൺചട്ടി ഫസ്റ്റൊക്കെ എൻ്റെ അമ്മയും അമ്മൂമ്മയൊക്കെ ആയിരുന്നെങ്കിൽ അടുപ്പിലൊക്കെയാണ് മീൻ കറിയൊക്കെ ഈ മൺചട്ടിയിൽ വെച്ച് വെക്കുമായിരുന്നത്. പക്ഷേ ഇപ്പം നമ്മളതെല്ലാം ഗ്യാസിലോട്ടാക്കി. അപ്പോൾ ആ ഒരു ചെറിയൊരു കുറവ് അതിന് വരുന്നുണ്ട്. എന്നാലും ആ മൺചട്ടിയിൽ വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. നോൺ സ്റ്റിക്കിൽ വെക്കുന്നതിനേക്കാളും ഒരു നല്ലൊരു ടേസ്റ്റാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.